إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له وما يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم وما يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങൾ, വീണ്ടും ഒരിക്കൽ കൂടി ഒരു മാസം നീണ്ടുനിന്ന കഠിനമായ ആരാധനാനുഷ്ഠാനങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദുൽ ഫിത്തർ ആഘോഷിക്കുവാൻ നമുക്ക് അനുഗ്രഹമേകിയ തൗഫീക്ക് നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുസ്ലിങ്ങളായി ജീവിക്കണമേ എന്ന് എല്ലാവരോടും സ്നേഹത്തോടു കൂടി വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കൃത്യമായി അനുഭവിച്ചറിഞ്ഞ ഒരു മാസക്കാലം നീണ്ടുനിന്ന പരിശുദ്ധ റമദാൻ വളരെ ആഘോഷപൂർവ്വം നമ്മൾ ഉപയോഗപ്പെടുത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ കുടുംബസമേതം നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. കൃത്യമായി നോമ്പിനോട് റമദാനിനോട് നീതി പുലർത്തിയ ആളുകൾക്ക് രണ്ട് സന്തോഷങ്ങളാണ് അള്ളാഹു കരുതി വെച്ചിട്ടുള്ളത്. ഒന്ന് ഈ ദുനിയാവിൽ പെരുന്നാളിന്റെ സന്തോഷമാണ്. രണ്ട്, നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സ്വർഗം ലഭിക്കുമ്പോഴുള്ള സന്തോഷമാണ്. ഈ രണ്ട് സന്തോഷവും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേവലം ഒരു മാസം ഇങ്ങനെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക പരിപാടി ആയിരുന്നില്ല റമദാൻ. ജീവിതകാലം മുഴുവനും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയുള്ള കൃത്യമായ തയ്യാറെടുപ്പും പരിശീലനവുമാണ് ഈ ഒരു മാസം കൊണ്ട് നമ്മൾ നേടിയെടുത്തത്. എന്തൊക്കെ നന്മകളാണോ, എന്തൊക്കെ പുണ്യപ്രവർത്തനങ്ങളാണോ, എന്തൊക്കെ നല്ല കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു മാസം നമ്മൾ ശീലിച്ച് പതിവാക്കിക്കൊണ്ട് നടന്നത്, അത് മുഴുവനും റമദാനിനു ശേഷവും തുടരുവാൻ, നിലനിർത്തുവാൻ ഉള്ള കൃത്യമായ കരുത്ത്, കൃത്യമായ വിശ്വാസം, അതിന് പാകത്തിലുള്ള ഇസ്ലാമികമായ ആർജവവും അറിവും നമ്മൾ നേടിയെടുക്കണം എന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ തന്നത് അള്ളാഹുവാണ് എന്ന തിരിച്ചറിവാണ് പെരുന്നാളിലൂടെ നമ്മൾ പുതുക്കുന്നത്. നന്ദിയോടുകൂടി നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നത് ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു തന്നതുകൊണ്ട് മാത്രമാണ് നമുക്കത് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണം സമയത്ത് മുടങ്ങാതെ ലഭിക്കുന്നു, അത് കഴിക്കാൻ പറ്റുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്.
അത് കുറച്ചു നേരത്തേക്ക്, ഒരു 12-13 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഇല്ലാതെ പോകുന്നതിന്റെ പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു മാസത്തെ പട്ടിണി കൊണ്ട് അള്ളാഹുവെ തിരിച്ചറിയാനും ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളാണ് നമ്മളോട് ചോദിക്കേണ്ടത്. ഈ ഒരു മാസം നമുക്ക് മതിയാവുകയില്ല എങ്കിൽ കാലാകാലവും നമുക്ക് പട്ടിണി തരാൻ അള്ളാഹുവിനെ കൊണ്ട് കഴിയും എന്ന തിരിച്ചറിവാണ് നോമ്പ് നമ്മുടെ മുന്നിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ അറിവ്. തൽക്കാലം ഒരു മാസത്തേക്ക് പകൽ സമയം മാത്രം പട്ടിണി കിടന്ന നമ്മൾ ഈ ഒരു മാസം കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് അവന് നന്ദി ചെയ്ത് സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന് നല്ലവരായി ജീവിക്കുവാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ അള്ളാഹുവിന് അത് ഏത് സമയത്തും തിരിച്ചെടുക്കാൻ കഴിയും എന്ന ബോധം നമുക്കുണ്ടാവണം. ആരോഗ്യം അള്ളാഹു നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ്. ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ഓർക്കുക. ഇപ്പൊ നോമ്പ് നിർബന്ധമാക്കിയ സമയത്തും ആരോഗ്യം ഇല്ലാത്തവർ നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഇസ്ലാമിക വിധികളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. രോഗിയായി കിടക്കുന്ന ഒരാള് അയാൾ അള്ളാഹുവിനെ മറക്കുന്ന ഒരവസ്ഥയില്ല. പലപ്പോഴും നമ്മൾ പടച്ചവനെ ഓർമ്മയില്ലാതെ പോകുന്നത് നമുക്ക് എല്ലാം സമയത്ത് കിട്ടുന്നത് കൊണ്ടാണ്. ആരോഗ്യവും സമ്പത്തും അനുഗ്രഹങ്ങളും ഉപജീവനവും എല്ലാം അള്ളാഹു നൽകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ റബ്ബിനെ മറന്നു പോകുന്നത്. ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് നിമിഷ നേരങ്ങൾ മാത്രം മതി എന്ന തിരിച്ചറിവിൽ നന്ദിയോടുകൂടിയുള്ള ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ ഈ റമദാനിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെരുന്നാളിൽ നമുക്ക് അതിന്റെ സന്തോഷമുണ്ടാവും. അല്ലെങ്കിൽ ഈ പെരുന്നാളും കേവലം ഒരു ചടങ്ങായി, ഒരു കാട്ടിക്കൂട്ടലായി, പ്രകടനപരതയായി അവശേഷിക്കും. ഇന്നലെ വിദേശത്ത് നിന്ന് ഒരു സുഹൃത്ത് വിളിച്ച് സംസാരിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച കൂട്ടത്തിൽ തമാശക്ക് പറഞ്ഞു, ഇപ്രാവശ്യം പടക്കം വാങ്ങേണ്ട ആവശ്യമില്ല, പടക്കം ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ലോകത്തെവിടെ അസമാധാനത്തിന്റെ അന്തരീക്ഷം സംജാതമായാലും, ലോകത്തെവിടെ ഒരു ബോംബ് പൊട്ടിയാലും അതിന്റെ പ്രകമ്പനം, അതിന്റെ പ്രതിധ്വനി ഉണ്ടാവുക നമ്മളുടെ അടുക്കളയിലാണ്, അടുക്കളയിൽ തന്നെയാണ് എന്ന് ഈ യുദ്ധകാലത്ത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അറബ് നാടുകൾ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നോ ലോകം സമാധാനം തിരിച്ചു പിടിക്കട്ടെ എന്നോ ഒന്നുമല്ല നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്. പ്രവാസ ലോകത്ത് വിദേശ രാജ്യങ്ങളിൽ എന്തു പ്രയാസമുണ്ടായാലും അതിന്റെ കെടുതികളും ദുരന്തവും ഭവിഷ്യത്തുകളും അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. മനുഷ്യരിങ്ങനെ ഒരു ഫുട്ബോൾ മത്സരം കാണുന്നത് പോലെ നോമ്പിനെ, യുദ്ധത്തെ, അക്രമത്തെ, നിരപരാധരെ കൊന്നൊടുക്കുന്നതിനെ കാണുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ സംസ്കാരം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ടോ എന്ന് ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. യുദ്ധം എന്ന് പറയുന്നത് സർവനാശമാണ്, അതിൽ പക്ഷമില്ല. ലോകത്തൊരു യുദ്ധത്തിലും ഒരാളും ജയിച്ചിട്ടില്ല. യുദ്ധം എന്ന് പറയുന്നത് പരാജയപ്പെടുന്ന കക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടുന്നതിന്റെ വൃത്തികെട്ട രൂപമാണ്. അവിടെ ജയമില്ല, അവിടെ ആരും വിജയിക്കുന്നില്ല, അവരെ ആരും നേടുന്നില്ല, എല്ലാവർക്കും നഷ്ടം മാത്രമാണ്. അത്തരമൊരു യുദ്ധാന്തരീക്ഷത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ലോകം തിരിച്ചു വരട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതിങ്ങനെ ഒരു ആഴ്ച കൂടി നീണ്ടുപോയാൽ, ഇതിങ്ങനെ ഒരു മാസം കൂടി നീണ്ടുപോയാൽ നമ്മളൊക്കെ പ്രാകൃത ജീവിതത്തിന്റെ പുരാതന രൂപങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. പണ്ടൊക്കെ എന്തൊക്കെ ശീലങ്ങളാണോ, എന്തൊക്കെ പതിവുകളാണോ നമുക്കുണ്ടായിരുന്നത്, എന്തൊക്കെ ആർഭാടങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ അലങ്കാരങ്ങളായി കടന്നു വന്നത്, അതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടെ പഴമയിലേക്ക്, പാരമ്പര്യത്തിലേക്ക്, പ്രാകൃത ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കേണ്ടി വരും. നമ്മുടെ ജീവിതം അത്രയും ദുസ്സഹമായി മാറും. വാഹനങ്ങൾ ഓടാൻ സാധിക്കാത്ത, ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമല്ലാത്ത, വിലക്കയറ്റത്തിന്റെ അങ്ങേയത്തല അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മുഴുവനും, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങൾ എത്രയും പെട്ടെന്ന് കൂപ്പുകുത്തും. കാരണം നമ്മുടെ കയ്യിൽ അന്നന്നത്തെ ഭക്ഷണം പോലും തികയാത്ത ഒരു രാജ്യത്തിന് കുറെ കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എത്രയും പെട്ടെന്ന് ഇത്തരം കെടുതികൾ ഇല്ലാതെയാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ നാട് നമുക്ക് നൽകുന്ന സേവനങ്ങളെ, നമുക്ക് നൽകുന്ന നന്മകളെ നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും പക്ഷം ചേർന്ന് നമ്മൾ പലപ്പോഴും നമുക്ക് അന്നം നൽകുന്ന രാജ്യങ്ങളെ കുറ്റം പറയുന്ന ഒരു തലത്തിലേക്ക് അധപ്പതിച്ചു പോകാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനം നിലച്ചുപോയാൽ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉപജീവന മാർഗം അസ്തമിച്ചാൽ പിന്നെ നമ്മളൊക്കെ എങ്ങനെ കഞ്ഞി കുടിക്കും, നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്.
സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ ജനസംഖ്യയുടെ 10 മടങ്ങ് എണ്ണം വിദേശികളെ സന്തോഷത്തോടെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ആദരിക്കാനും അവർക്ക് അന്നം നൽകാനും മടി കാണിക്കാത്ത ഭരണാധികാരികളും പൗരന്മാരുമുള്ള രാജ്യങ്ങൾ, അവിടെ എന്ത് അധപ്പതനം സംഭവിച്ചാലും, അവിടെ എന്ത് അടി നടന്നാലും, അവിടെ എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും അതിന്റെ ഏറ്റവും വലിയ പങ്ക് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണ കുടുംബങ്ങളിലെ മലയാളികളാണ് എന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിർഭയത്വമാണ്, സുരക്ഷിതമായി ജീവിക്കാനുള്ള അവസരമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബിഹി മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി ഹുയിസത് ലഹു ദുനിയ ബിഹദാഫിരിഹാ. 3 കാര്യങ്ങളാ പറഞ്ഞത്. ആരെങ്കിലും നിർഭയമായി നേരം പുലർന്ന് വീട്ടിലിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, ആരോഗ്യത്തോടെയുള്ള ഒരു ശരീരം നിങ്ങൾക്കുണ്ടെങ്കിൽ, ദിവസവും അന്നന്നേക്ക് കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങളുടെ കയ്യിൽ തയ്യാറാണെങ്കിൽ, ഈ ലോകം മുഴുവനും നേടിയതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിർഭയത്വം എന്ന് പറയുന്നത്, സുരക്ഷിതത്വം എന്ന് പറയുന്നത്, സെക്യൂരിറ്റി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു അതിന് പ്രത്യേകിച്ചൊന്നും ബില്ല് ചോദിക്കാത്തത് കൊണ്ട്, നമ്മൾ പ്രത്യേകമായി അതിന് ഫീസ് അടക്കാത്തത് കൊണ്ട് പടച്ചതമ്പുരാന്റെ പല അനുഗ്രഹങ്ങളും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ദുരന്തം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് നമ്മൾ എപ്പോൾ ജീവിക്കുമ്പോഴും അള്ളാഹു അതിന് പകരമായി നമുക്ക് തിരിച്ചടി തരും എന്നുള്ളത് ലോക ചരിത്രമാണ്. ഖുർആൻ നമുക്ക് നൽകുന്ന സാക്ഷ്യമാണ്. നിർഭയത്വം എന്ന് പറയുന്ന ഈ ഒരു അനുഗ്രഹം മറന്നുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ഭയചകിതരായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടെത്തിക്കാൻ കഴിയും. അതാണ് നോമ്പ് നമ്മളെ പഠിപ്പിച്ചത്. ഭക്ഷണം എന്ന് പറയുന്ന, സുഭിക്ഷത എന്ന് പറയുന്നതിന്റെ മറുകര, ജീവിതത്തിന്റെ മറ്റേ തല നമ്മൾ കണ്ടു. പട്ടിണി നമ്മൾ അനുഭവിച്ചു, വിശപ്പ് നമ്മൾ അനുഭവിച്ചു. ഈ ഭക്ഷണവും സമയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് അത് ഇല്ലാതെ പോകുന്നതിന്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു. സുരക്ഷിതത്വം കൃത്യമായി നൽകുന്ന അള്ളാഹുവിനെ മറന്ന് നമ്മളെ കൊണ്ടെല്ലാം കഴിയുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകരുത്. അൻകാനദാ മാലിൻ വ ബനീൻ, നമുക്ക് സമ്പത്തുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, അതുകൊണ്ടെല്ലാം നടക്കും, എന്നെ കൊണ്ടെല്ലാം കഴിയും, എനിക്കൊരാളുടെയും ഒരു ഓശാരവും വേണ്ട എന്ന അഹങ്കാരത്തിന്റെ കൊടുമുടി നമ്മൾ കയറരുത്. അള്ളാഹു താല നശിച്ചുപോയ ഒരു സമുദായത്തിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. ദറബല്ലാഹു മസലൻ ഖറിയതൻ ആമിനതൻ മുത്മഇന്നതൻ, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച ഒരു സമൂഹം. അവർക്ക് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകി. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർ മറന്നുപോയപ്പോൾ, പടച്ച തമ്പുരാന്റെ നിഅമത്തുകളെ അവർ മറന്നുപോയപ്പോൾ, ഫകഫറത് ബിഅൻഉമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നന്ദികേട് കാണിച്ചപ്പോൾ, ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ, അവർക്ക് അള്ളാഹു വിശപ്പും ഭയവും തിരിച്ചു കൊടുത്തു എന്നാണ്. സുരക്ഷിതമായി സന്തോഷത്തോടെ പട്ടിണിയില്ലാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ലഭിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം അള്ളാഹുവിനെ മറന്ന് ജീവിച്ചപ്പോ അള്ളാഹു അവർക്ക് പട്ടിണിയും ഭയവും തിരിച്ചു കൊടുത്തു, സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോയി എന്ന് സൂറത്തുൻ നഹ്ലിലെ 112-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദേശ രാജ്യങ്ങൾക്ക് അവർക്ക് സാമ്പത്തികമായ ശേഷിയുള്ളത് കൊണ്ട്, കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട്, നല്ല ദീർഘദർശികളായ കാര്യപ്രാപ്തിയുള്ള ഭരണാധികാരികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. അവിടെയൊക്കെ ഉണ്ടായതിന് സമാനമായ ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മളെപ്പോലെയുള്ള ഒരു രാജ്യത്ത് നടക്കാനിട വന്നാൽ, നമ്മുടെ അതിർത്തി കടന്ന ഒരു ബോംബോ മിസൈലോ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, നമ്മുടെ വീട്ടുമുറ്റത്ത് നാളെ ഏതെങ്കിലുമൊക്കെ ബോംബുകൾ വർഷിക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നാൽ, അതോടുകൂടി തീരും നമ്മുടെ രാജ്യവും നമ്മുടെ ജീവിതവും ഒക്കെ എന്ന ബോധം നമുക്ക് വേണം. ഫലസ്തീനിലെ കുട്ടികൾ അനുഭവിക്കുന്നത്, അവിടുത്തെ വൃദ്ധർ അനുഭവിക്കുന്നത്, അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്നത്, നൂറ്റാണ്ടുകളായി വർഷങ്ങളായി അനുഭവിക്കുന്നത് നമുക്ക് കേവലം കെട്ടുകഥകൾ മാത്രമായിരുന്നു, നമുക്ക് കേൾവികൾ മാത്രമായിരുന്നു, നമുക്കിങ്ങനെ നമ്മുടെ സഹതാപം പുറത്തു കാണിക്കാനുള്ള കേവലം ടൂളുകൾ മാത്രമായിരുന്നു. അത് യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെയൊക്കെ സഹോദരങ്ങളും നമ്മുടെയൊക്കെ മാതാപിതാക്കളും നമ്മുടെയൊക്കെ മക്കളും ഇന്ന് ജീവിക്കുന്ന ഫ്ളാറ്റുകൾക്ക് മുമ്പിലൂടെ, അവർ ജോലി ചെയ്യുന്ന ഓഫീസുകൾക്ക് മുകളിലൂടെ ഇന്ന് മിസൈലുകളും ബോംബുകളും ഒക്കെ ഇങ്ങനെ കുതിച്ചു പായുമ്പോ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അള്ളാഹു എത്ര മഹാനാണ് എന്ന്. ആ അള്ളാഹു അക്ബർ എന്ന തക്ബീറാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് എന്ന തക്ബീറാണ് ഇതിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ സമ്പത്താണ് നമുക്ക് വലുത് എന്ന് നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ മക്കളാണ് നമുക്ക് വലുത്, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് വിചാരിച്ച് പടച്ചവനെ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്തു പോയിട്ടുണ്ട്. അള്ളാഹുവിനെ നമ്മൾ 2ാം സ്ഥാനത്താക്കി എപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളതിനെ പ്രയോറിറ്റി കൊടുക്കുന്നുവോ അപ്പോഴൊക്കെ അത് തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് കഴിയും എന്ന ബോധമാണ്, എന്ന വിചാരമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എന്താണ് അവകാശം എന്നുകൂടി നമ്മൾ ഓർക്കണം. യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ധാർമ്മികമായ അവകാശമുണ്ടോ?
ഒരു KM ഗഫൂർ എന്ന് പറയുന്ന ഒരു കവി ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ച ഒരു കവിത ഈ പെരുന്നാൾ സുദിനത്തിൽ വായിക്കുന്നത് നമുക്കൊക്കെ തിരിച്ചറിവ് നൽകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. യുദ്ധം എന്നാണ് കവിതയുടെ പേര്. അറിയാതെ അറിയാതെ പന്തു തട്ടി ഒരു ചില്ലു പൊട്ടിയതിന് മക്കളെ തല്ലുന്ന, അറിയാതെ പന്തു തട്ടി ഒരു ചില്ലു പൊട്ടിയതിന് മക്കളെ തല്ലുന്ന, കറിയിൽ ഉപ്പ് കൂടിയതിന് പാത്രം വലിച്ചെറിയുന്ന, വൈകി വന്നതിന് വാതിൽ വലിച്ചടക്കുന്ന, തേക്കിൻ കുറ്റിയുടെ അവകാശ തർക്കത്തിൽ അയൽക്കാരനെ തെറി വിളിക്കുന്ന, ഒരു കൊടിക്കാലിന്റെ പേരിൽ എതിർപാർട്ടിക്കാരനെ വെട്ടിക്കൊല്ലുന്ന നമ്മൾ ചോദിക്കുന്നു, എന്തിനാണ് ഈ യുദ്ധം? അറിയാതെ പന്തു തട്ടി ഒരു ചില്ലു പൊട്ടിയതിന് മക്കളെ തല്ലുന്ന, കറിയിൽ ഉപ്പ് കൂടിയതിന് പാത്രം വലിച്ചെറിയുന്ന, വൈകി വന്നതിന് വാതിൽ വലിച്ചടക്കുന്ന, തേക്കിൻ കുറ്റിയുടെ അവകാശ തർക്കത്തിൽ അയൽക്കാരനെ തെറി വിളിക്കുന്ന, ഒരു കൊടിക്കാലിന്റെ പേരിൽ എതിർപാർട്ടിക്കാരനെ വെട്ടിക്കൊല്ലുന്ന നമ്മൾ ചോദിക്കുന്നു, എന്തിനാണ് യുദ്ധം? നമ്മൾ വലുതായതാണ് യുദ്ധം. നമ്മൾ വലുതായതാണ് യുദ്ധം. നമ്മുടെ വീട്ടിലെ ട്രംപും നെതന്യാഹുവും ഒക്കെ നമ്മൾ തന്നെയാണ്. നമ്മുടെ ഓഫീസിലെ ഭീകരന്മാർ നമ്മൾ തന്നെയാണ്. നമുക്ക് എവിടെയൊക്കെ അധികാരമുണ്ടോ, നമുക്ക് എവിടെയൊക്കെ പവർ ഉണ്ടോ, അവിടെ അതിന്റെ അഹങ്കാരം നമ്മൾ കാണിച്ചിട്ടുണ്ട്, അതിന്റെ അഹന്ത നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സഹപ്രവർത്തകരോടോ, കുടുംബാംഗങ്ങളോടോ, നമ്മളുടെ മേലുദ്യോഗസ്ഥന്മാരോടോ, മുതലാളിമാരോടോ, നമ്മളുടെ കൂടെ ജീവിക്കുന്ന സഹജീവികളോടോ പലപ്പോഴും നമ്മളുടെ അഹങ്കാരം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് അവർ കാണിക്കുന്നു അത് അല്പം വലുതാണ്. നമ്മൾ ട്രംപായി മാറുമ്പോ, നമ്മൾ നെതന്യാഹുവായി മാറുമ്പോ അത് നമ്മുടെ വീട്ടിലും കാണിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ വീട്ടിലെ ട്രംപ് ആരാണ്, നമ്മുടെ വീട്ടിലെ നെതന്യാഹു ആരാണെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ജീവിതത്തിൽ അസഹിഷ്ണുത എന്ന് പറയുന്നത് നമുക്ക് അല്പമൊക്കെ സൗകര്യം ഉണ്ടാകുമ്പോൾ, സൗന്ദര്യം ഉണ്ടാകുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കണ്ണിൽ പിടിക്കാതെ വരുന്ന ഒരു ക്രിമികേട് നമുക്ക് സംഭവിക്കാറുണ്ട്. മറ്റുള്ളവരോട് ചൂടാകുന്ന ഒരവസ്ഥ നമുക്ക് വരാറുണ്ട്. ഇങ്ങോട്ടൊന്നും തിരിച്ചു ചെയ്യില്ല എന്ന് ഉറപ്പാകുമ്പോൾ അങ്ങോട്ട് നമ്മൾ കാണിക്കുന്ന കുറെ അഹങ്കാരത്തിന്റെ സീൽക്കാരങ്ങളുണ്ട്. ഇതൊക്കെ വലുതായതാണ് യുദ്ധം. എങ്കിൽ ആ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ വർക്ക് പ്ലേസിൽ, നമ്മുടെ സംഘടനയിൽ, നമ്മുടെ മഹലിൽ, നാം പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളിലൊക്കെ മാന്യമായ ഒരു ജീവിതത്തിന് തിരിച്ചുപോക്കിന് തയ്യാറുണ്ടെങ്കിലേ നമുക്ക് യുദ്ധത്തെക്കുറിച്ച് കൂടി സംസാരിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പെരുന്നാൾ എന്ന് പറയുന്നത് പരസ്പരമുള്ള സ്നേഹത്തിന്റെ, ഒരുമയുടെ, കൂട്ടായ്മയുടെ ഏറ്റവും വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ കാരണവന്മാർ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ഈ നന്മ, ഈ പെരുന്നാൾ മുസല്ല എന്ന് പറയുന്നത് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ പതിവിൽ കൂടുതൽ ആളുകൾ സമ്മേളിക്കുന്ന വലിയ കൂട്ടായ്മയായി മാറുന്നതിന്റെ സന്തോഷം കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. ഓരോ വർഷവും നമ്മളിങ്ങനെ അല്പം റിസ്ക് സഹിക്കുന്നുണ്ട്, ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കാരണവന്മാർ തുടങ്ങി വെച്ച ഈ സുഹൃതം, ഈ സൗഹൃദം അത് അസ്തമിച്ചു പോകരുത് എന്ന ഒരു വലിയ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒരൊറ്റ കുടുംബമായി, ഒരൊറ്റ മഹല്ലായി, ഒരൊറ്റ യൂണിറ്റായി ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഈ സ്നേഹത്തിൽ ഇവിടെ ഭേദങ്ങൾക്ക്, വ്യത്യാസങ്ങൾക്ക്, ഭിന്നതകൾക്ക് സ്ഥാനമില്ല. വലിപ്പ ചെറുപ്പങ്ങളില്ല, അന്തരങ്ങളില്ല, നമുക്കിടയിൽ മതിലുകളില്ല. നമ്മളിവിടെ ഒന്നായി തീരുന്ന, നന്നായി തീരുന്ന, പരസ്പരം ഒരുമിച്ചിരിക്കുന്ന, ഒരുമിച്ച് ചിരിക്കുന്ന നല്ല സന്ദർഭങ്ങൾ, നല്ല നിമിഷങ്ങളാണ് ഈ പെരുന്നാളുകൾ നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ ഈ സന്തോഷം നമ്മുടെ വീട്ടിലും, ഈ സന്തോഷം നമ്മുടെ അയൽപക്കത്തും ഒക്കെ കളിയാടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. വീട്ടിൽ നമ്മളെ കിട്ടാതെയാകുന്ന ഒരു പരാതി അവസാനിക്കണമെങ്കിൽ, മുമ്പൊരു കൊറോണ വന്നപ്പോഴാണ് നമ്മൾ അവസാനമായിട്ട് വീട്ടിൽ കിട്ടിയത്. അന്ന് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ഹോട്ടലുകളൊക്കെ പൂട്ടുന്നു തോന്നുമ്പോ അടുക്കളയിലേക്ക് മെല്ലെ മെല്ലെ എത്തി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു യുദ്ധം വന്നിട്ട് വേണം നമ്മളൊക്കെ വീട്ടിലിരിക്കാൻ, വീട്ടുകാർക്ക് നമ്മളെ കിട്ടാൻ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം. ആർക്ക് വേണം നമ്മളുടെ ഭക്ഷണ പൊതികൾ? ആർക്ക് വേണം നമ്മൾ മാസം മാസം അയച്ചു കൊടുക്കുന്ന വൻ തുകകൾ? നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടത് നമ്മളെയാണ്, നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ പരിഗണനയാണ്, നമ്മുടെ സാന്നിധ്യമാണ്, നമ്മുടെ സാന്ത്വനമാണ്, നമ്മുടെ സ്പർശനമാണ്. വീടിനെ മറന്ന്, വീട്ടുകാരെ മറന്ന്, കുടുംബത്തെ മറന്ന് നാട് നന്നാക്കാൻ, സാമൂഹിക പ്രവർത്തനത്തിന് ഇറങ്ങാൻ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. സ്വന്തം വീട്ടിൽ നിന്ന് ആരംഭിക്കട്ടെ എല്ലാ നന്മകളും. സ്വന്തം വീട് നന്മയിൽ, സ്നേഹത്തിൽ, സൗഹൃദത്തിൽ, ഒരുമയിൽ, ഐക്യത്തിൽ കളിയാടുന്ന ഒരു സാഹചര്യം വീണ്ടെടുക്കാൻ ഈ പെരുന്നാളുകൾ നമുക്കുണ്ടാകണം. നമ്മുടെ മക്കൾ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ, അതിജീവിക്കാൻ പറ്റാത്ത രൂപത്തിൽ ദുർബലരായി ശോഷിച്ചു പോകുന്നു എന്നത് വലിയ ദുരന്തമാണ്. പണ്ടൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ ആത്മഹത്യ ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് റമദാൻ മാസത്തിൽ പോലും നമ്മുടെ അയൽപക്കത്ത് പോലും മുസ്ലിം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്
പോഷകാഹാരമല്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്, പ്രതിരോധ കുത്തിവെപ്പല്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്, ഉയർന്ന വിദ്യാഭ്യാസമല്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ജീവിതമാണ്. നമ്മുടെ കെയറും കൺസേണും ഉണ്ടല്ലോ, നമ്മുടെ അമിതമായ സ്നേഹവും വാത്സല്യവും ഉണ്ടല്ലോ, നമുക്ക് നഷ്ടപ്പെട്ടത്, നമുക്കില്ലാതെ പോയത് മക്കൾ അനുഭവിക്കട്ടെ എന്ന് കരുതി വാരിക്കോരി കൊടുക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ നന്മകളുണ്ടല്ലോ, അതാണ് നമ്മുടെ മക്കളെ വഷളാക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു, കൊടുങ്കാറ്റുകളിൽ ഉഴലാതെ പതറാതെ നമുക്ക് ജീവിതത്തെ അതിജയിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമ്മൾ ജീവിച്ച ജീവിതമാണ്, നമ്മൾ നടന്ന വഴികളാണ്, നമ്മൾ കൊണ്ട വെയിലുകളാണ്, നമ്മൾ അനുഭവിച്ച ജീവിതത്തിലെ തിക്തമായ അനുഭവങ്ങളാണ്. അത്തരം അനുഭവങ്ങൾ എന്ന് അനുഭവിക്കാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കുന്ന ഒരു തലം, ഒരവസ്ഥ നമ്മുടെ മക്കൾക്ക് വരുന്നില്ലെങ്കിൽ അവർക്ക് ജീവിതമാണ് കൊടുക്കേണ്ടത്. ജീവിതത്തിന്റെ തിക്തമായ അനുഭവങ്ങൾ അവർ അനുഭവിക്കട്ടെ, പട്ടിണി അവർ അനുഭവിക്കട്ടെ, നിരാസം നിഷേധം അവർ അനുഭവിക്കട്ടെ, ജയം അനുഭവിക്കുന്നത് പോലെ പരാജയവും അനുഭവിക്കട്ടെ. ലൈഫ് സ്കില്ലുകൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ പഴയ ഇടവഴിയിലൂടെ നമ്മൾ നടക്കുക എന്നുള്ളതാണ്, നമ്മുടെ പഴയ പാടത്തുകൂടി നമ്മൾ കളിക്കുക എന്നുള്ളതാണ്, നമ്മുടെ പഴയ മരങ്ങളിലൊക്കെ നമ്മൾ കയറാൻ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്, നമ്മുടെ കുളങ്ങളിലും പുഴകളിലും ഒക്കെ നമ്മുടെ മക്കള് നീന്താൻ പഠിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ജീവിതത്തിൽ ജീവിച്ച് പിടിച്ചു നിൽക്കാൻ എന്തൊക്കെ കരുത്തുകളാണ് വേണ്ടത്, അത് ജീവിതം കൊണ്ട് തന്നെ നേടിക്കൊടുക്കുവാൻ നമ്മൾ ശ്രമിക്കുമെങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ രണ്ട് മുഖങ്ങളും, ഇരുളും വെളിച്ചവും, കറുപ്പും വെളുപ്പും, കയറ്റവും ഇറക്കവും ഒരേപോലെ അനുഭവിച്ച് നമ്മുടെ മക്കളെ വളർത്തിയിട്ടില്ലെങ്കിൽ ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധി പോലും, ഒരു ചെറിയ പരാജയം പോലും, ഒരു ചെറിയ ഇൻസൾട്ട് പോലും, ജീവിതത്തിൽ കുറയുന്ന ഒരു ചെറിയ മാർക്ക് പോലും അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി, ജീവിതത്തിൽ നിന്നുള്ള പതനമായി, പരാജയമായി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാനും അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുവരാനും സാധിക്കണം. രോഗികളെ അവർ കാണട്ടെ, മരണ വീടുകൾ അവർ സന്ദർശിക്കട്ടെ, ആശുപത്രികളിൽ അവർ നിത്യസന്ദർശകരായി മാറട്ടെ, വേദനിക്കുന്നവന്റെ, പട്ടിണി കിടക്കുന്നവന്റെ, പ്രയാസപ്പെടുന്നവന്റെ നൊമ്പരങ്ങൾ അവർ മനസ്സിലാക്കട്ടെ, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനും കൂടെ നിർത്തുവാനും നമ്മൾ പഠിക്കട്ടെ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നമ്മുടെ മക്കളും നമ്മളിലൂടെ ഒരു ശീലമാക്കട്ടെ. അങ്ങനെ ജീവിതത്തെ കൃത്യമായി തിരിച്ചറിയുന്ന ഒരു നോമ്പ് ഈ റമദാൻ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ രണ്ടു വശങ്ങളും, പകലിലെ പട്ടിണിയും വൈകുന്നേരത്തെ ഭക്ഷണവും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഉറക്കവും വിശ്രമവും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ രണ്ട് മുഖങ്ങളും തിരിച്ചറിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ, വിദ്യാഭ്യാസ പ്രവർത്തകരുടെ, അധ്യാപകരുടെ നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിയാൻ ഈ പെരുന്നാൾ നമുക്ക് പ്രചോദനമാകണം. നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ ആഗ്രഹത്തോടെ, അഭിലാഷത്തോടെ വർഷങ്ങളായി നമ്മൾ കാത്തുനിന്ന ഒരു വലിയ മസ്ജിദുൽ മനാർ ഇതാ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കാരണവന്മാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ വല്യപ്പമാർ, നമ്മുടെ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾ, അവരുടെ വലിയൊരു ആഗ്രഹമാണ് പറവണ്ണയിലെ ഇസ്ലാഹി പ്രവർത്തനം എന്ന് പറയുന്നത്. ജമിയത്തു സലഫീൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വികാരമാണ്. നമ്മളില്ലാതെ ജമിയത്തു സലഫീൻ ഇല്ല, ജമിയത്തു സലഫീൻ ഇല്ലാതെ നമ്മളില്ല. 2 കോടി എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലേക്ക് മനോഹരമായ ഒരു മസ്ജിദ് പറവണ്ണയുടെ വികസിത സാധ്യതകൾ ഉപയോഗപ്പെടുത്തി, പറവണ്ണയുടെ പുതിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പണിതുയർത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. സ്ത്രീകൾക്കും യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉപകരിക്കുന്ന ഒരു ഗേഹം, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ തൗഹീദിന്റെ ഒരു കേന്ദ്രം നമ്മളിവിടെ പണിതുയർത്തുകയാണ്. ആ പള്ളി അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് പണിത് തീരും, പണി പൂർത്തിയാക്കും, ഒരു സംശയം വേണ്ട. പക്ഷേ അതിൽ നമ്മുടെ വിയർപ്പ് തുള്ളികൾ ഉണ്ടോ, അതിൽ നമ്മുടെ പങ്കുണ്ടോ, പങ്കാളിത്തമുണ്ടോ, വിഹിതമുണ്ടോ എന്ന് ആലോചിക്കണം. ഉത്തരേന്ത്യയിലും ബീഹാറിലും പോയി പള്ളി ഉണ്ടാക്കാൻ ചിന്തിക്കുന്നവരുണ്ട്. സ്വന്തം നാട്ടിലെ പള്ളിയെ കുറിച്ച് നമ്മൾ മറന്നു പോകരുത്. ഏതെങ്കിലുമൊക്കെ അറബികൾക്ക് മാത്രം സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ് പള്ളി നിർമ്മാണമെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഈ പള്ളി പറവണ്ണ മഹലിലെ ജമിയത്തു സലഫീൻ എന്ന് പറയുന്ന ഈ കുടക്കീഴിൽ ജീവിക്കുന്ന നിറമരുതൂർ വട്ടം പഞ്ചായത്തുകളിൽ നീണ്ടു വിസ്തൃതമായി കിടക്കുന്ന നമ്മുടെ ഓരോ വീടുകളിൽ നിന്നും അവരുടെ ഒരു വിഹിതം കൃത്യമായി എത്തിയാൽ ഇൻഷാ അല്ലാഹ് ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ഈ പള്ളി പുനർനിർമ്മിക്കാൻ കഴിയും. ഒരു നിലക്കുമുള്ള വർക്ക് നടക്കാതെ, ഒരാളെയും സമീപിക്കാതെ ഇപ്പോൾ തന്നെ അതിന്റെ വലിയൊരു ഭാഗം, ഏകദേശം 50 ലക്ഷത്തോളം രൂപ നമുക്ക് ഇപ്പോൾ തന്നെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കണക്കിൽ കൂടുതൽ ആഭരണം കൊണ്ട് നടക്കുന്ന സ്ത്രീകൾ, സഹോദരിമാർ, നിങ്ങളുടെ സ്വർണത്തിൽ നിന്ന് 1 or 2 പവൻ, 2 or 3 പവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ പള്ളിക്ക് വേണ്ടി ദാനം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ പിന്നെ പുരുഷന്മാർക്ക് ഈ പള്ളിക്ക് വേണ്ടി പണം കൊടുക്കാൻ സന്ദർഭം ഉണ്ടാവുകയില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും 1000, 500, 2000, 5000 ഒക്കെ കൊടുക്കാൻ തീരുമാനിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ഈ പള്ളിക്ക് വേണ്ടി, നമ്മുടെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ പറവണ്ണ മഹലിന് വേണ്ടി, നമ്മുടെ ജമിയത്തു സലഫീന് വേണ്ടി മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ കാരണവന്മാർക്ക്, നമ്മുടെ രക്ഷിതാക്കൾക്ക് നാളെ ഖബറിൽ, അതിനുശേഷം സ്വർഗത്തിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയുള്ള ഈ പുണ്യത്തിൽ, ഈ നന്മയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരണമെന്ന്
ഈ പെരുന്നാളിന്റെ ഒരു പുണ്യം, ഈ പെരുന്നാളിന്റെ ഒരു നന്മ, ഈ പെരുന്നാളിന്റെ ഏറ്റവും വലിയൊരു തീരുമാനം, നമ്മുടെ കുടുംബം ഒരുമിച്ചെടുക്കുന്ന ഒരു തീരുമാനം, മസ്ജിദുൽ മനാർ എന്ന് പറയുന്ന തൗഹീദിന്റെ കേന്ദ്രം, ഒരു മസ്ജിദ് അത് പുനർനിർമ്മിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടിയാകണമെന്ന് ഓരോരുത്തരോടും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട്, ഓരോരുത്തരെയും വ്യക്തിപരമായി സ്പർശിച്ചുകൊണ്ട്, പരിഗണിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുവാനും ആവശ്യപ്പെടുവാനും കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ന് ലോകം അനുഭവിക്കുന്ന കെടുതികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അരക്ഷിതാവസ്ഥകൾ, അക്രമങ്ങൾ, യുദ്ധങ്ങൾ, കലഹങ്ങൾ, കലാപങ്ങൾ, അതിൽ നിന്നല്ല അള്ളാഹു ലോകത്തെ മുഴുവനും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തെ ഭരിക്കുന്ന രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു പക്വതയും വിവേകവും സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനവും നൽകുമാറാകട്ടെ. അക്രമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൊമ്പരം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ വളരെ വലിയ പ്രയാസത്തിലാണ്. നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്തവർ, തിരിച്ചു വരാൻ അവസരമുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് മടങ്ങിപ്പോകാൻ ഉറപ്പില്ലാത്തത് കൊണ്ട് വരാൻ സാധിക്കാതെ കുടുങ്ങി നിൽക്കുന്നവർ എത്രയോ ആളുകൾ. നമ്മുടെ വീട്ടിലെ അനുഭവമാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുടുംബത്തിലെ അനുഭവമാണ്. ഇതിങ്ങനെ നീണ്ടുപോകുന്നത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രതീക്ഷകളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ, സ്ഥിരത നൽകുമാറാകട്ടെ, സുരക്ഷിതത്വം നൽകുമാറാകട്ടെ. ഒരു പോറലും ഏൽക്കാതെ, ഒരു പരിക്കുമേൽക്കാതെ സുരക്ഷിതമായി അവർക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ തീ പുകയുന്നത്, നമ്മൾ ഇന്ന് മാന്യന്മാരായി മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ ജീവിക്കുന്നത് കുറെ സാധുക്കൾ അവരുടെ ജീവിതം മണലാരണ്യത്തിൽ ഹോമിക്കുന്നത് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നന്ദിയോടുകൂടി മാത്രമേ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ ഓർക്കാവൂ. അള്ളാഹു അവർക്ക് ജീവിതത്തിൽ കൂടുതൽ ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിലും വലിയ പ്രതിസന്ധികൾ, ഇതിലും വലിയ ദുരന്തങ്ങൾ അവർ താണ്ടിക്കടന്നിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട്. അതിന് കെൽപ്പുള്ള ഭരണാധികാരികളുള്ള രാജ്യങ്ങളിലാണ് അവർ ജീവിക്കുന്നതെന്ന സമാധാനമുണ്ട്. അള്ളാഹു ആ ഭരണാധികാരികൾ കരുത്തു പകരുമാറാകട്ടെ. 10 മടങ്ങോടെ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, കൂടുതൽ സുഭിക്ഷതയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അവരെയും നമ്മളെയും സഹായിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് നമ്മൾ എടുത്ത നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ തറാവീഹ് നമസ്കാരം, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ സൂക്ഷ്മത, വിശുദ്ധി, പുണ്യം, പവിത്രത എല്ലാം അള്ളാഹു കണക്കില്ലാത്ത പുണ്യം നൽകി സ്വീകരിക്കുകയും നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പെരുന്നാളുകളും സന്തോഷങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന കുറെ പേര് നമ്മുടെ കുടുംബത്തിലുണ്ട്. നമുക്ക് മുമ്പേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർ, അവർ നാളെ നമുക്ക് വേണ്ടി അവിടെ സ്വർഗത്തിൽ കാത്തിരിക്കുകയാണ്. ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഇതാ ഞങ്ങളും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. മരണപ്പെട്ടു പോയവർ, നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ സഹോദരി സഹോദരങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ ഗുരുനാഥന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്. അള്ളാഹു അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ നോർമൽസിയായി മാറുന്ന ഒരു കാലത്ത്, രോഗികളല്ലാത്തവരായി മനുഷ്യരാരും ഇന്ന് ഇല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മളൊക്കെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും ഈമാനും നൽകി അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, പാകപ്പിഴവുകൾ, അപരാധങ്ങൾ, തിന്മകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു തരും, മാപ്പാക്കി തരുമാറാവട്ടെ. മാതൃകപരമായ ഒരു ജീവിതം നയിക്കാനും, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹത്തിനകത്തും മറ്റുള്ളവർക്ക് മാതൃകയായി മുന്നിൽ നിൽക്കുവാനും, അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് മുന്നോട്ട് പോകാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا إنك مجيب الدعوات وقاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين والحقنا بالصالحين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഈ പെരുന്നാൾ ഈദ്ഗാഹ് ഒരുക്കുന്നതിനും മറ്റുമുള്ള ചെലവുകൾക്ക് വേണ്ടി നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഹദിയ, പെരുന്നാൾ സ്വതക്ക സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരും പരമാവധി സഹകരിക്കുക.